ഹലോ. നമ്മൾ മലയാളികൾ ചോറ് ഒരു വീക്ക്നെസ്സാണ്. പക്ഷെ ചോറ് ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് നമ്മൾ ലഞ്ച് കൊടുത്തു വിടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് വൈകിട്ട് വരെ നല്ല ഉന്മേഷം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ മോന് കൊടുത്തു വിടുന്നത്, അവന് ചോറ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എന്നാൽ പച്ചക്കറി അത്ര പോലും ഇഷ്ടമല്ല, അവൻ കഴിക്കില്ല. അപ്പോൾ എങ്ങനെ അവർക്ക് ഫുഡ് കൂടി ആവശ്യത്തിനുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ള ചിന്തയിലാണ് ഞാൻ എപ്പോഴും. അതൊരു ടെൻഷൻ തന്നെയാണ്. എന്ത് കൊടുത്തു വിടും, എന്ത് കഴിച്ചാലാണ് അവൻ്റെ ഈ ഹെൽത്തി ആയിട്ടുള്ളൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളത് എപ്പോഴും ചിന്തിക്കും. അപ്പോൾ ഞാൻ കൊടുത്തു വിടുന്നത് ഇടയ്ക്ക് ചപ്പാത്തി, അതിൻ്റെ കൂടെ ചിക്കൻ, ബദാം, അണ്ടിപ്പരിപ്പ് ഇതൊക്കെയാണ് കൊടുത്തു വിടാറ്. അല്ലെങ്കിൽ ഫ്രൈഡ് റൈസോ ചിക്കനോ ഒക്കെ കൊടുത്തു വിടും. ഇന്ന് ഞാൻ കൊടുത്തു വിടുന്നത് ദോശയാണ്. ദോശയും ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും ദോശ ഞാൻ കൊടുത്തു വിടും. അതിൻ്റെ കൂടെ ഉഴുന്നൊക്കെ ഉണ്ടല്ലോ. എപ്പോഴെങ്കിലും അരി ആഹാരം ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട് ദോശ കൊടുത്തു വിടും. അപ്പോൾ കാർബോഹൈഡ്രേറ്റും കുറച്ച് നമുക്ക് ആവശ്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ദോശയൊക്കെ കൊടുക്കുന്നത്. ഈ ദോശയുടെ കൂടെ കൊടുക്കുന്നത് ഒരു ചമ്മന്തിയാണ്. അത് തേങ്ങ ചമ്മന്തി ഒന്നുമല്ല, ഈന്തപ്പഴം കൊണ്ടുണ്ടാക്കിയ ചമ്മന്തിയാണ്. പിന്നെ മുട്ട പുഴുങ്ങിയത്, 4 കാഷ്യൂനട്ട്, 4 ബദാം. ഇതാണ് ഞാൻ രാവിലെ കൊടുത്തു വിടാറ്. അപ്പോൾ എന്തായാലും അവൻ്റെ ഫുഡിൻ്റെ കൂടെ കാഷ്യൂനട്ടും ബദാമും ഉണ്ടായിരിക്കും. പിന്നെ അവന് ഇഷ്ടത്തിനനുസരിച്ച് കൊടുത്തു വിടും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിൽ നിന്നാണല്ലോ അവർക്ക് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അല്ലാതെ ഒരുപാട് ചോറ് കുത്തി നിറച്ച് ചോറ് തിന്നടാന്ന് പറഞ്ഞിട്ട് പച്ചക്കറിയും കൊടുത്തു വിടുമ്പോൾ ഒട്ടും കഴിക്കില്ല, വെറുതെ കുഴച്ചിങ്ങനെ കൊണ്ടുവരുള്ളൂ. വൈകിട്ട് പാത്രം തുറന്ന് നോക്കി സങ്കടത്തോടെ എണ്ണി പറക്കാൻ തുടങ്ങും. എന്തിനാ ഞാൻ തന്നുവിടുന്നത്, അതല്ലേ ഇതല്ലേ എന്ന് തുടങ്ങും. ഇതൊന്നും ഇല്ലാതാക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കൊടുത്തു വിടുക. അവർ സന്തോഷത്തോടെ കഴിക്കും. ഹായ്.